ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുക. 3 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ നിങ്ങളെ സബ് കൂട്ടാം എന്നുള്ള ചെറിയൊരു ട്രിക്ക്. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അതിനുള്ള ഒരു ടൂൾ യൂട്യൂബിൽ തന്നെയുണ്ട്. അത് വെച്ച് എങ്ങനെ നമ്മൾ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ ഒരാൾ കമൻറ്റ് ചെയ്തു. ആ കമൻറ്റിന് ശേഷം അയാൾക്ക് ഉണ്ടായ ഒരു സക്സസിനെ കുറിച്ചിട്ടാണ് അതും പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വേറെ 2 പേരുടെ സക്സസിനെ കുറിച്ചിട്ടാണ്, സക്സസ് സ്റ്റോറീസ് ആണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മുംബൈയിലെ ഒരു കോൺഫറൻസ് ഹാൾ. ഈ കോൺഫറൻസ് ഹാളിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇരിക്കുന്നത് പറഞ്ഞാൽ അവിടെയുള്ള ടാക്സി തൊഴിലാളികളാണ് ഈ കോൺഫറൻസിൽ ഇരിക്കുന്നത്. ഉദ്ദേശം അവർക്കൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബിസിനസ് ക്ലാസ് സാധാരണ എല്ലാ സ്ഥലത്തും നടക്കുന്നത് പോലെ ആ ക്ലാസ് എടുക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് കസ്റ്റമർ കെയർ, എങ്ങനെയാണ് കസ്റ്റമറിനോട് സംസാരിക്കേണ്ടത്, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 100ഓളം ആളുകളുണ്ട്. ഇപ്പോൾ 100ഓളം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ടാക്സിയിൽ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞാൽ അവരുടെ ബാഗ് ഇറക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം. അതുപോലെ തന്നെ ബാഗ് ഇറക്കി വെച്ച ശേഷം അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ചിരിയോട് കൂടി സംസാരിച്ച് നിങ്ങൾ ഇനിയും വരണം, ഇനിയും വന്നാൽ എന്നെ തന്നെ വിളിക്കാം, ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ എൻ്റെ സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള രൂപത്തിൽ അവരോട് സംസാരിക്കുക. പിന്നെ ഈ ഇറക്കി വെച്ചതിന് പറ്റുമെങ്കിൽ കൂലി വാങ്ങിക്കാതെ തന്നെ ഒരു സഹായം എന്ന രൂപത്തിൽ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാവരും കൊടുക്കുന്ന ചില ഉപദേശങ്ങളും ആണ് അന്ന് കൊടുത്തത്. ഇതിൽ ഈ വന്നതിൽ 99 പേരും ഇതിനെ ഒഴിവാക്കി കളഞ്ഞു. പക്ഷേ ഒരാളതിനങ്ങ് ഒഴിവാക്കാൻ തയ്യാറായില്ല. ആളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അയാളുടെ ടാക്സിയിൽ വരുന്ന ആളുകളോട് ഇതേ തരത്തിലുള്ള ബിഹേവിയർ കാണിച്ചു, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. ആളോട് നന്നായി സംസാരിച്ചു, അവരുടെ ബാഗുകൾ എടുക്കാൻ സഹായിച്ചു, വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നിങ്ങൾ ഇനി വന്നാൽ എന്നെ വിളിച്ചോ, ഞാൻ എവിടെയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ എത്തും എന്ന രൂപത്തിൽ പറഞ്ഞ്. ഇതിന് ശേഷം സംഭവിച്ചത് ഒരു 1-2 വർഷം കൊണ്ട് മൂപ്പയുടെ കാർ 1 എന്നുള്ള 2ആയി, 2 എന്നുള്ള 3ആയി. അങ്ങനെ ആൾ അവിടെ തന്നെ ഏറ്റവും വലിയ ഒരു കാർ റെൻറ്റിങ് മുതലാളിയായിട്ട് മാറി എന്നാണ്. ഇത് യഥാർത്ഥത്തിലുള്ള കഥയാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ചെറിയൊരു മെമ്മറി കുറവുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ കേട്ടതാണ്. പക്ഷേ ഇന്ന് എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിലെ ആശയം മാത്രം നിങ്ങൾ എടുക്കുക. ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് മുന്നേറാം എന്നുള്ള കമൻറ്റ് നിങ്ങൾ എഴുതരുത്. അതിന് പകരം നിങ്ങൾ എഴുതേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യുന്ന ചാനലിൻ്റെ തീം എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഉദ്ദേശം, നിങ്ങൾ ആരാണ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ ആ കമൻറ്റ് കാണുന്ന ആളുകൾക്ക് പലപ്പോഴും അത് കയറി നോക്കാൻ തോന്നുകയും ആളുകൾ ചെയ്യുകയും സബ് ചെയ്യേണ്ടവർ സബ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഒരുമിച്ച് മുന്നേറാം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒരു കുറച്ച് നാൾ മുന്നോട്ട് പോകുന്നല്ലാതെ അതിൻ്റെ കൂടുതലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ഞാൻ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ 99 പേര് ഉപേക്ഷിച്ചിട്ട് ഒരാൾ മാത്രം ചെയ്തു. ആ ആൾ എഴുതിയത് ഇങ്ങനെയാണ്: സാബിർക്ക, എനിക്ക് ഇങ്ങനെയാണ് ചാനൽ, എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നു. ആദ്യം ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയേ, ഇതെന്താണ് ഇങ്ങനെ. പിന്നെ ഞാൻ ആ ചാനലെടുത്ത് നോക്കി, കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, ആളുടെ ചാനലിലെ വീഡിയോസൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്ന വീഡിയോസാണ്. 500 സബ്ബായിരുന്നു ഒന്നുണ്ടായത്. അങ്ങനെ ഈ 500 സബ്ബിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകണമെന്ന് ആൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ നമ്പർ കൊടുത്തു, എന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഏതൊരു വീഡിയോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കമ്മ്യൂണിറ്റി പോസ്റ്റിലാണോ വീഡിയോയിലാണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എന്തായാലും ഉണ്ടാവും. എൻ്റെ ടീമായിട്ടുള്ള കുറച്ച് പേരുണ്ട്, അവർ തമ്പനയിലായാലും എഡിറ്റിംഗ് ആയാലും അതിനും സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഗ്രൂപ്പിൽ ചേർത്തു, തമ്പനയിലെ ക്ലാസ്സിൽ ചേർത്തു. അങ്ങനെ ആൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു കാര്യം ചെയ്തു. സാധാരണ ഞാൻ ചെയ്ത ഒരു കാര്യം മുന്നേ സക്സസ് ആയ ഒരു കാര്യമാണ്. അതായത് കുറച്ച് വർഷം മുമ്പ്, ഒരു 3-4 വർഷം മുമ്പ് ഒരാളുടെ ചാനൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും അറിയുമെന്നറിയില്ല. നമ്മൾ യൂട്യൂബിൽ സാധാരണ വീഡിയോ ഇടാൻ വേണ്ടി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പോസ്റ്റ് എന്ന് കാണാം. ഇതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രാവിലെ
ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഉള്ള ഗ്രീറ്റിങ്സ് ചെയ്യാം, അല്ലെങ്കിൽ ആളുകളോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ ഓൾറെഡി കുറേ ഓപ്ഷൻസ് ഉണ്ട്, പോൾസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് മമ്മൂട്ടീനെയാണോ മോഹൻലാലിനെയോ ഇഷ്ടം, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറുണ്ട്. കുട്ടികളൊക്കെ ചെറിയ പുതിയ യങ്സ്റ്റേഴ്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം. ഇനിയല്ല, നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാം. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരുപാട് ആളുകൾ എനിക്ക് മറുപടി തരാറുണ്ട്. കേൾക്കുമ്പം അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ കുറ്റമായാലും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ ചില ആളുകൾ പറയും, നിങ്ങളെ പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഞാനത് മാറ്റം വരുത്താറുമുണ്ട്. പറ്റുന്നത്ര ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതിനായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കുറിച്ച്, ഇപ്പോൾ കുട്ടികൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ വീഡിയോ ചെയ്യുന്നവർ കുട്ടീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് ഇടാം. പക്ഷെ ആ എഴുത്തുകളിൽ ഈ ആളുകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ബന്ധം ബിൽഡ് ചെയ്യാൻ പറ്റണം. അതാണ് കണക്ഷൻ. ആ കണക്ഷനാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട യൂട്യൂബിലെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബന്ധം ഉണ്ടാക്കാൻ പറ്റും, ആ ഒരൊറ്റ സാധനത്തിൻ്റെ മുകളിൽ മാത്രമേ നിങ്ങൾ സക്സസ് ആയിട്ട് വരുള്ളൂ എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും അതൊന്നും നോക്കുക. ഇല്ലെങ്കിൽ എപ്പോഴും യൂട്യൂബിൻ്റെ ദയ നോക്കി ഇരിക്കേണ്ട, യൂട്യൂബ് നമ്മളെ റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉള്ള കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു 100-200 സബ്സ്ക്രൈബേഴ്സ് മാത്രം നിന്നാൽ മതി. നമ്മൾ ഓരോ വീഡിയോയും അതിനനുസരിച്ച് കയറി പോവുകയും സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആർക്ക് വേണമെങ്കിലും മറ്റൊരാളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അതിൽ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് നേരെ കമ്മ്യൂണിറ്റി പോസ്റ്റിന് ടാബ് എടുക്കുക. അവിടെ മുകളിൽ സെറ്റിങ്സിലുണ്ട് പിന്നെ നമുക്കിത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളിത് എനേബിൾ ചെയ്ത് വെച്ചത് കൊണ്ട് ആരെങ്കിലും വന്ന് പോസ്റ്റ് ഇടണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഇതുപോലെ എന്നെപ്പോലെയുള്ള ആളുകൾ, എന്നെപ്പോലെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ടിപ്സ് ചാനലാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലെവൽ ഓഫ് സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആളുകൾ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അലമ്പുണ്ടാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ അവിടെ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പോസ്റ്റ് ചെയ്തോളൂ. ആളുകൾ കാണട്ടെ, കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നവരൊക്കെ വന്ന് ചെയ്തോട്ടെ. അതിനെക്കൊണ്ടൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ എന്നെ സബ് ചെയ്ത ആളുകൾ 8,000 അല്ലെങ്കിൽ 9,000 ആളുകളാവാൻ പോകുന്നു. അത്രയും ആളുകൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും 1,000-1,500 സബ്ബൊക്കെ വന്നാൽ സന്തോഷം, നിങ്ങളും സക്സസ് ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഈ പറഞ്ഞ ആൾ ഷബ്നയാണ്, ഷബ്ന വ്ളോഗ്സ് എന്ന ചാനൽ. ഞാൻ ചാനലൊക്കെ ഡിസ്ക്രിപ്ഷനിലിടാം. ഷബ്നയുടെ അന്നത്തെ വീഡിയോ ഉണ്ടായത് 500 സബ്ബാണ്, എനിക്ക് ഓർമ്മയുണ്ട്. 500 സബ്ബാണ് വീഡിയോക്ക് ചാനലുണ്ടായത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും കൂടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതേപോലെ ഷബ്നയുടെ വീഡിയോ ഷെയർ ചെയ്തു. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 4-5 വർഷം മുന്നേ മറ്റൊരാളുടെ വീഡിയോ ഇതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആൾക്ക് വന്നത് ഒറ്റ വീഡിയോയിൽ 7 ലക്ഷം വ്യൂസാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ, 7 ലക്ഷം വ്യൂസാണ് അന്ന് വന്നത്. അപ്പോൾ ഷബ്നയുടെ വീഡിയോയും എനിക്ക് തോന്നി ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഉറപ്പായിട്ട് സബ് ചെയ്യും, അല്ലെങ്കിൽ ആളുകൾ വരും എന്ന് തോന്നിയപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി, ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി ഒരേപോലെ പിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അതിനുശേഷം കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 3,000-നും അധികം സബ്ബായി. പിന്നെ ഈ ഇടക്ക് ഹാഫ് മോണിറ്റൈസേഷനായി, ഈ ഇടക്ക് കുറച്ച് ദിവസം മുന്നേ ഫുൾ മോണിറ്റൈസേഷനായി. ഇന്ന് ഷബ്നയുടെ ചാനലിൽ 8,000 സംതിങ് സബ്ബുണ്ട്. ഡോളറൊക്കെ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷബ്ന എന്ന് പറയുന്നത് സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ്. അവളെ കൊണ്ട് പറ്റുന്ന പോലെ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒന്ന് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ആഗ്രഹം മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കാനും റെഡിയായത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തത്. കാരണം എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നത് നമുക്കറിയണമല്ലോ, അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്തത്. ഷബ്ന സക്സസ് ആയി. അതുപോലത്തെ ഷബ്നേനെ പോലെ തന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ ഒരാൾ കൂടി എനിക്ക് മെസ്സേജ് അയച്ചു സക്സസ് ആയിട്ട്. ആളും ഇതുപോലെ തന്നെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം, എന്ത് ചാനൽ ചെയ്യുമെന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കഥ പറയാം,
കഥ പറഞ്ഞിട്ടൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു, വീഡിയോ ചെയ്തു. ഇപ്പോൾ 5ാമത്തെ വീഡിയോയിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ ചാനൽ 35,000 വ്യൂസ് ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പം ആളിനിയിപ്പം സബ് കുറവാണ്, പക്ഷേ സബ് കയറിക്കോളും. അപ്പോൾ അതും സക്സസ് ആവും എന്ന് ഉറപ്പാണ്. ഇനി 3ാമത്തെ ആൾ കുക്കിംഗ് ചാനലാണ്. കുക്കിംഗ് ചാനലിൽ 200-300 വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷണം നടത്തി. എന്താണെന്ന് വെച്ചാൽ തമ്പനയിലൊന്ന് മാറ്റിത്തരാം. ഞാൻ പറഞ്ഞു തമ്പനയിലൊന്ന് നമുക്ക് മാറ്റി നോക്കാം. ഞാൻ തമ്പനയിൽ ഡിസൈൻ ചെയ്തിട്ട് ആ ചാനലിൽ മാറ്റം വരുത്തി ചാനൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. വ്യൂസൊക്കെ കുറവാണ്. തമ്പനയിൽ മാറ്റിയതിന് ഏകദേശം 3000 വ്യൂസ് വന്നു. അപ്പോൾ ഈ ആളുകൾ സ്റ്റക്കായി കിടക്കുന്ന ഇവിടെയൊക്കെയാണ്. നിങ്ങൾ നല്ല വീഡിയോസ് ആയിരിക്കും, പക്ഷേ തമ്പനയിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും പലരും സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ സക്സസ് ആവുന്നത് നിങ്ങൾ അതിൽ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തമ്പനയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് പറയുന്നു. ഗ്രൂപ്പിൽ നമ്മൾ പല ചർച്ചകളും ഉണ്ടാവട്ടെ. ഗ്രൂപ്പിൽ വരുന്നതോട് പ്രത്യേകം ആരെങ്കിലും ആഗ്രഹിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാതരം ചർച്ചകളും ഉണ്ടാവും. പിന്നെ ക്ലാസ് മാത്രമല്ല, മെസ്സേജിൻ്റെ എന്താ പൊടിപൂരമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായി, ഈ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാവരും കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വരിക. അല്ലാതെ ഇപ്പോൾ പഠിക്കൽ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ അത് മാത്രം ആയിരിക്കില്ല ഗ്രൂപ്പിൽ വരിക. എല്ലാ തരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. എൻ്റെ വടായികളുണ്ടാവും ഗ്രൂപ്പിൽ, മറ്റുള്ളവരുടെ അവരുടെ അനുഭവങ്ങൾ പറയും. അപ്പോൾ അതുപോലെ മോട്ടിവേഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല ആരെയും. അതുപോലെ തമ്പനയിലെ ക്ലാസ്സും ഉണ്ട്, അതും ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ നമ്പർ താഴെ കൊടുക്കാം, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ തമ്പനയിലെ ക്ലാസ്സുകളൊക്കെ ഞാൻ നിർത്താൻ പോവുകയാണ്. കാരണം മറ്റ് വലിയൊരു കോഴ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ കോഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ പെട്ടെന്ന് ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇതുവരെ പുതിയ കോഴ്സൊന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ കൊണ്ട് കുറേ ആൾ സക്സസ് ആവുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങളുടെ ചാനലും എന്തായാലും സക്സസ് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ.